പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത് ഖുർആനിലെ സംശയാസ്പദമായ ചില വചനങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നു. അപ്പോ ഖുർആനിനെ തന്നെ അവിശ്വസിക്കുന്ന രൂപത്തിലാണ് ഹദീസുകൾ ഉള്ളത്. അപ്പൊ മുമ്പ് ഖുർആനിൽ ഇന്ന ഇന്ന വചനങ്ങൾ ഉണ്ടായിരുന്നെന്നും ഇന്നതില്ല എന്നുമുള്ള രൂപത്തിൽ. വേണ്ട വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് തുടങ്ങാം. അപ്പൊ ഇന്നതില്ല, അതായത് അത്തരം ഹദീസുകളും വലിയ രൂപത്തിൽ ഇന്ന് ചർച്ചയാകുന്നുണ്ട്. ആ ഹദീസുകൾ സ്വീകാര്യയോഗ്യമാണോ അല്ലേ എന്ന് പറയേണ്ടത് മുസ്ലിം പുരോഹിതന്മാരാണ്. അവരാണെങ്കിൽ പറയുന്നത്, ബുഖാരിയിലെ ഒരു ഹദീസെങ്കിലും ആരെങ്കിലും തള്ളിയാൽ, അവിശ്വസിച്ചാൽ അവൻ ശരിയായ മുസ്ലിം അല്ല, അവൻ ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി എന്നാണ് പറയുന്നത്. അപ്പോ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ അംഗീകരിക്കാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്ന് എല്ലാ മുസ്ലിം പുരോഹിതരും ഒറ്റ വാക്കിൽ അഭിപ്രായപ്പെട്ടു. പ്രത്യേകിച്ച് മുജാഹിദ് ബാലുശ്ശേരി ഒക്കെ തൊള്ള കീറി വിളിച്ചിട്ടുണ്ട്. അത് എന്താണോ ഇമാം ബുഖാരി പറഞ്ഞത് അത് ശരിയാണ്. ഇനി ഖുർആനിൽ അതിനെതിരായിട്ട് എന്തെങ്കിലും വന്നാൽ ഈ ഹദീസ് ഖുർആനിന് അനുകൂലമാക്കേണ്ടുന്ന ബാധ്യത നമുക്കുള്ളതാണ് എന്നാണ് ബാലു അണ്ണനും ടീമും പറയുന്നത്. അപ്പോ ഖുർആനിൽ 10 തവണ മുല കുടിച്ചാൽ മുലകുടി ബന്ധം സ്ഥാപിതമാകും എന്ന വചനം ഉണ്ടായിരുന്നെന്നും, അതല്ല 5 തവണ കുടിച്ചാൽ മതിയെന്നും, വയറ് നിറയുവോളം കുടിക്കണം എന്ന വചനം ഖുർആനിൽ ഉണ്ടായിരുന്നെന്നും അതിപ്പോൾ കാണുന്നില്ല എന്നും പറയുന്ന ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും ഒക്കെ കൂടി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എത്രമാത്രം വിശ്വാസ്യതയുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പരിശോധിക്കുകയാണ് നമ്മൾ. റെഡ്മി, നിനക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനിരിക്കുന്ന ആളല്ല ഞാൻ. എനിക്കറിയുന്ന കാര്യങ്ങൾ പറയാനിരിക്കുന്ന ആളാ. താല്പര്യമുണ്ടെങ്കിൽ നിന്ന് കേൾക്കുക, അതല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകുക. ഓക്കെ. അപ്പോ ഖുർആനിലെ ഒരു വചനത്തെ സംബന്ധിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഖുർആനിൽ നിന്നും വാചകങ്ങൾ ഒരുപാട് വിട്ടുപോയിട്ടുണ്ടോ? ഖുർആനിൽ ഈ 2 വചനങ്ങൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, എറിഞ്ഞു കൊല്ലുന്ന വചനവും ആട് തിന്നുപോയ വചനവും. അബിഹ, എല്ലാവരെയും ഷാള് തലയിൽ ഇടാൻ വേണ്ടിയിട്ട് നിനക്കാരെങ്കിലും കൊട്ടേഷൻ തന്നിട്ടുണ്ടോ? നീ നിന്റെ കബറ് മാത്രം നോക്കിയാൽ മതി. ഖു അൻഫുസക്കും വ അഹ്ലീക്കും നാറ, നീ നിന്നെയും നിന്റെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താദ്യം ചെല്ല്. ഞാൻ ഷാള് തലയിലിടണോ തോളിലിടണോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ആദ്യം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ കയറി അഭിപ്രായം പറയാതിരിക്കാനുള്ള മിനിമം മാനേഴ്സ് എങ്കിലും നേടിയെടുക്കണം. ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് പറയണം, അവരുടെ മാത്രം താല്പര്യമാണ്. അതിലേക്ക് കയറി നിങ്ങൾ നിങ്ങളുടെ താല്പര്യം കുത്തിവെക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഇടണോ, നിങ്ങൾ ഇട്ടോ. നിങ്ങൾ എന്തിനാ എന്നെ ഇടിയിപ്പിക്കാൻ നടക്കുന്നത്? നിൽക്കട്ടെ. അപ്പോ അതിനെ സംബന്ധിച്ചിട്ടായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. അപ്പോ മുഹമ്മദ് നബിയേക്കാൾ ബുദ്ധിയും വിവരവും ഉണ്ടായിരുന്ന മുഹമ്മദിനെ ആയിഷയുടെ ആടിനെ സംബന്ധിച്ച്, ആയിഷയുടെ ആടിന് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു എന്നതാണ് ഒന്നാമത്തെ പോയിന്റ്. ആയിഷയുടെ ആടിന് വള്ളിയും പുള്ളിയും ഇല്ലാത്ത, അറബിയിൽ ഹർക്കത്ത് എന്നാണ് പറയുക, വള്ളിയും പുള്ളിയും ഇല്ലാത്ത അറബി വായിക്കാൻ അറിയുന്നത് കൊണ്ട് പ്രവാചകൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ പ്രവാചകന്റെ വീട്ടിലേക്ക് ആട് ഇരച്ച് കയറി വരുന്നു. ആട് മണത്തറിയുന്നു. ആയിഷയുടെ കട്ടിലിന്റെ അടിയിൽ ഈ ഖുർആൻ വാചകം എഴുതിയ പേപ്പറുണ്ട്. അങ്ങനെ ആ ആട് വന്ന് അതങ്ങ് തിന്നിട്ട് പോകുന്നു. ഇതാണ് ഇസ്ലാമിക ചരിത്രം നമ്മളോട് പറയുന്നത്. പക്ഷെ ഇത് എത്രമാത്രം വിശ്വാസ്യ യോഗ്യതയുണ്ട് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1, മുലകുടി ബന്ധം.
ആയിഷ പ്രസവിച്ചിട്ടില്ല. 6 വയസ്സുകാരിയായ ആയിഷയെ 53കാരനായ പ്രവാചകൻ വിവാഹം കഴിച്ചെന്നും 9 വയസ്സുള്ളപ്പോൾ അവർ പരസ്പരം ബന്ധപ്പെട്ടെന്നും പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ്. ആയിഷ നേരിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. റിക്കി റിയോ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന വിഷയം ടൈറ്റിലിൽ കൊടുത്തിട്ടുണ്ട്. ആ വിഷയത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വേണമെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് കേൾക്കുക. അതല്ലേ നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ വന്നാൽ മതി. ഒരാൾ വന്നിട്ട് വേറൊരു വിഷയം ചോദിക്കുന്നു, ഒരാൾ വന്നിട്ട് വേറൊരു വിഷയം ചോദിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് എനിക്കൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഇന്നലെ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് ഇന്ന് ലൈവ് വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? റെനി വന്നോ? ഓക്കെ, റെനി ആ ശംഖു എന്തോ ചോദിക്കുന്നുണ്ട്, ഒന്ന് കൊടുത്തേക്ക് ശംഖുവിന്. അപ്പോ ഒന്നുകിൽ അദൃശ്യമറിയാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ തള്ളൽ മാത്രമാണ്. അദൃശ്യം അള്ളാഹുവിന് അറിയില്ല. 2, എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, എല്ലാം എൻ്റെ നിയന്ത്രണത്തിന് കീഴിലാണ് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ തള്ളൽ മാത്രമാണ്. ഇതും ഖുർആനിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ഒരു ഹിമാലയൻ ബ്ലണ്ടറാണെന്ന്. കാരണം മുലകുടി ബന്ധത്തിലൂടെ ധാരാളം സഹോദരന്മാരെ സൃഷ്ടിച്ചെടുത്ത ആയിഷയെ സംബന്ധിച്ച് പല ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. ഞാനതെടുത്തൊരു വീഡിയോ ആക്കി തന്നെ ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് സഹോദരന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രവാചകൻ ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ വീട്ടിൽ ഒരു പുരുഷനെ കാണുന്ന പ്രവാചകന്റെ മുഖം ചുവന്ന് തുടുക്കുന്നതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. ആ ഹദീസ് അനുസരിച്ചിട്ട് പ്രവാചകന്റെ മുഖം ചുവന്നു തുടുക്കുകയും അങ്ങനെ ആയിഷയോട് ചോദിക്കുന്നു, ആയിഷ ഇതാരാണ്? അപ്പോൾ ആയിഷ പ്രവാചകനോട് പറയുന്നു, പ്രവാചകരെ ഇതെന്റെ സഹോദരനാണ്. നബി വല്ലാതെ കോപാകുലനായി. എന്നിട്ട് നബി പറയുന്നു, ആയിഷ ശിശുപ്രായത്തിൽ മുല കുടിച്ചാൽ മാത്രമേ മുലകുടി ബന്ധം സാധുവാകൂ. അപ്പോൾ ആയിഷ വലിയ പെണ്ണാണ്, ആയിഷ ശിശുപ്രായക്കാരിയാണ്. അല്ല, ശിശുപ്രായത്തിൽ മുല കുടിച്ച ബന്ധു അല്ലാതെ ആയിഷ കുറച്ചും കൂടി മെച്ചൂറായ ആളാണ്. പക്ഷേ ആയിഷ പ്രസവിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഈ രൂപത്തിൽ മുലകുടി ബന്ധത്തിലൂടെ സഹോദരന്മാരെ ഉണ്ടാക്കാൻ സാധിക്കുന്നത്? കുമാർ പി, ഞാനത് കണ്ടിരുന്നു. നമുക്കത് വിഷയം ചെയ്യാം കേട്ടോ, ഞാനത് നാളെ ചെയ്യും. ഒരു കാര്യവുമില്ലാതെ കുറെ എണ്ണം കയറി വരും, ഒരു കാര്യവുമില്ലാതെ. ഇനി പറയാനുണ്ടോ? സെക്സ് ഇല്ലെങ്കിൽ ഇസ്ലാമില്ല. അപ്പോ ഇസ്ലാമില് ഈ രൂപത്തിൽ ഒരു വസ്തുതയുണ്ടോ ഇല്ലേ? ഒരുപാട് ഖുർആൻ വചനങ്ങൾ എഴുതിയ ശകലങ്ങള് ആയിഷയുടെ കട്ടിലിന്റെ അടിയിൽ ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് വിവാഹിതർ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന വചനവും ഓക്കെ അവരെ നോക്കുന്നില്ല, മായാവി ഓൺലൈൻ നോക്കുന്നില്ല, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. വിവാഹിതർ വ്യഭിചരിച്ചാൽ എറിഞ്ഞു കൊല്ലണമെന്ന വചനവും ഈ മുലകുടി ബന്ധത്തിന്റെ വചനവും മാത്രം എന്തുകൊണ്ടാണ് ആട് തിന്നത്? ആടിന് അത്രയ്ക്കും അറബി ഭാഷ അറിയാമായിരുന്നെങ്കിൽ ശരിക്ക് പറഞ്ഞാൽ ഈ അറബി ഭാഷ അള്ളാഹു മുഹമ്മദ് നബിക്ക് പോലും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത്? അല്ലേ? മുഹമ്മദ് നബിക്ക് പോലും ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ആയിഷയുടെ ആടിനുണ്ടായിരുന്നു. ആയിഷയുടെ ആട്
ആദ്യമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ഇനി എങ്ങാനും പ്രവാചകൻ മരിച്ചു പോയല്ലോ, പ്രവാചകന്റെ മരണശേഷം ഇനിയും അറേബ്യയുടെ ഭരണാധികാരിയായിട്ട് അലിയാണ് വരുന്നതെങ്കിൽ ക്ഷിപ്രകോപിയായ അലിക്ക് പ്രത്യേകിച്ച് ആയിഷയോട് കലിപ്പുണ്ട്. അപ്പോൾ ഈ ഖുർആൻ വചനമൊക്കെ പൊക്കിപ്പിടിച്ചു കൊണ്ടുവന്നാൽ ആയിഷയെ ശരീഅത്ത് നിയമപ്രകാരം എറിഞ്ഞു കൊല്ലൽ ശിക്ഷയ്ക്ക് വിധിക്കും. കാരണം ഒരു യുദ്ധ സന്ദർഭത്തില് പ്രവാചകൻ ഒരു കിളുന്തിനെ കിട്ടിയപ്പോൾ അതുമായിട്ട് ഇങ്ങോട്ട് പോന്നപ്പോൾ ആയിഷ പ്രതികാരം എന്ന വണ്ണം സഫ്വാനുമായി കറങ്ങി തിരിഞ്ഞ് പിറ്റേ ദിവസം എത്തി നബിയോട് പ്രതികാരം ചെയ്തു. അതിന്റെ പേരില് അബൂബക്കറിന്റെ വീട്ടിൽ കൊണ്ടുപോയി ആയിഷയെ നബി ഉപേക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചരിത്രം. ഇത് ദീർഘദൃഷ്ടിയോടുകൂടി മനസ്സിലാക്കുന്നു. മുഹമ്മദ് മനസ്സിലാക്കുന്നതിന് മുമ്പ്, അലി മനസ്സിലാക്കുന്നതിന് മുമ്പ്, ആയിഷ മനസ്സിലാക്കുന്നതിന് മുമ്പ്. പി ഞാൻ അന്ന് ജനിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ അന്ന് ജനിച്ചത് കൊണ്ടാണോ ഖുർആൻ മനസ്സിലാക്കിയത്? ആണോ? അല്ലല്ലോ. ഒരു കാര്യവും നമ്മൾ ഇന്ത്യന്റെ സ്വാതന്ത്ര്യം നമ്മൾ ജനിച്ച സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണോ നമ്മളത് മനസ്സിലാക്കിയത്? അല്ല. അപ്പൊ അതൊക്കെ റെനീബി മാത്രമേ ഉള്ളല്ലേ, നല്ല ജോലി ഉണ്ടല്ലോ, പറ്റാത്തവരെയൊക്കെ പറഞ്ഞു വിട്ടേക്കട്ടാ. അപ്പോ തൊഴുത്തിൽ നിന്ന ആടാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ. റെനി നോക്കുവോ അതോ ഇവരെ ഞാൻ പറഞ്ഞു വിടണോ? ഓക്കെ. അങ്ങനെ ആയിഷയുടെ ആട് തലേനയുടെ അടിയിൽ വന്ന് ഈ ദൈവിക വെളിപാടുകൾ തിന്നുപോയി എന്നാ പറയുന്നത്. അപ്പൊ ഈ ദൈവിക വെളിപാട് ഇറക്കിയ അള്ളാഹു അദൃശ്യജ്ഞാനിയായിരുന്നെങ്കിൽ ഇന്നത്തെ ഗ്രന്ഥത്തിൽ ഇതുണ്ടാകാതിരിക്കാനുള്ള സാധ്യതകളെ മുൻകൂട്ടി കാണുമായിരുന്നില്ല. ആട് വരും, ഇത് തിന്നും, ഇനി വരുന്ന ഒരു ജനറേഷൻ ഈ വചനം കിട്ടാതെയാകും എന്ന് അള്ളാഹു മനസ്സിലാക്കണ്ടേ. അപ്പൊ ആട് തിന്നുപോയി എന്ന് പറയുന്ന വാക്യങ്ങളും വ്യഭിചാരിയെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് പറയുന്ന ഖുർആൻ വാചകവും പ്രായപൂർത്തിയായ പുരുഷന് 10 തവണ മുലയൂട്ടുന്നതിന്റെ ആയത്തുകളും വെളിപ്പെട്ട സമയത്ത് ആ കടലാസന്റെ തലയണയ്ക്കടിയിൽ വെച്ചു അള്ളാഹുവിന്റെ ദൂതൻ മരിച്ചപ്പോൾ ഞങ്ങളാകെ ദുഃഖത്തിലായി, അസ്വസ്ഥരായി. ആ അസ്വസ്ഥതയിലായിരുന്ന സമയത്താണ് അമേരിക്ക ആട് വന്ന കടലാസ് തിന്നത് എന്ന് പറയുന്നത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. 3-ാമത്തെ വോള്യം ബുക്ക് നമ്പർ 9, ഹദീസ് നമ്പർ 1944. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന 1453, സുനൻ നസാഇ റിപ്പോർട്ട് ചെയ്യുന്ന 3320, സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 6829. അപ്പൊ ഈ ഹദീസുകളിലൊക്കെ പറയുന്ന വസ്തുതകൾ ഇതാണ്. ഈ ഹദീസുകൾ അംഗീകരിക്കാൻ ഇവര് തയ്യാറാകുമോ ഇല്ലയോ എന്നതൊരു ചോദ്യമാണ്. ഇതിന് എന്താണ് പുരോഹിതന്മാർ പറയുന്ന മറുപടി എന്നുകൂടി നമ്മളൊന്ന് കേൾക്കണം. നമ്മൾ 2 ഭാഗവും കേൾക്കണമല്ലോ. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടിട്ട് കാര്യമില്ല. ഇങ്ങനത്തെ ഹദീസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഈ ഹദീസുകൾക്ക് പിൽക്കാലത്ത് എന്താണ് സംഭവിച്ചത്? ഈ ഖുർആൻ വാക്യങ്ങൾ ആട് തിന്നുപോയതാണോ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അത് അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അത് അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്.
നാം ആണത് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഖുർആനിലെ 2 ആയത്തുകൾ ആട് തിന്നുപോയി എന്നാണ് ഹദീസിൽ തന്നെ പറയുന്നത് എന്നതാണ് ഉന്നയിക്കപ്പെട്ട ഗുരുതരമായ ഒരു വിഷയം. ആ കാര്യം ഇതാണ്: വിവാഹിതരുടെ വിവാഹിതരായ വ്യഭിചാരികളെ എറിഞ്ഞുകൊല്ലുക, റജ്മ് എന്ന് പറയുന്ന ആ ആശയം ഒരു ആയത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ മുലകുടി ബന്ധം വിവാഹം നിഷിദ്ധമാകുന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ അതിന് 10 തവണ മുല കുടിക്കണം എന്ന് നേരത്തെ വിധിയുണ്ടായിരുന്നു. അത് 5 തവണയായി ഭേദഗതി, ആ 10 തവണ മുല കുടിക്കണം എന്ന് ഖുർആനിലുണ്ടായിരുന്നു, അത് 5 തവണയായി ഭേദഗതിപ്പെടുത്തി. അപ്പോൾ ഈ പരാമർശങ്ങൾ ഉള്ള വചനങ്ങൾ ആട് തിന്നുപോയി എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്ന ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന ആൾ സ്വീകാര്യനല്ല എന്ന് ഹദീസുമായി ബന്ധപ്പെട്ട പൂർവിക പണ്ഡിതന്മാർ തന്നെ, മുഹമ്മദ് ബിൻ ഹംബലിനെയൊക്കെ പോലുള്ള. ഇപ്പൊ നമ്മൾ കണ്ടത് ബുഖാരിയും മുസ്ലിമും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളാണ്. ഈ ഹദീസ് ഗ്രന്ഥങ്ങളൊന്നും മുസ്ലിങ്ങൾ നിഷേധിച്ചിട്ടുമില്ല. ഈ ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഇസ്ലാമിന്റെ ഭാവി നിർണയിച്ചു കൊണ്ടിരിക്കുന്നത്. ഖുർആൻ എന്താണ് എന്ന് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതും ഈ ഹദീസുകൾ തന്നെയാണ്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഖുർആൻ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഖുർആനിന്റെ വിശദീകരണമാണ് ഹദീസ് എന്ന് ഇവർ തന്നെയാണ് പറയുന്നത്. അസിഹാഹു സിത്ത, അതായത് ശരിയായ 6 ഹദീസ് ഗ്രന്ഥങ്ങളെ പ്രൂവ് ചെയ്യുന്ന ഇവർ ഈ 4ഓളം ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ള ഈ വസ്തുതയെ സംബന്ധിച്ച് പറയുന്ന അടിസ്ഥാനരഹിതമായ വസ്തുതകളാണിത്. ആ ഹദീസുകളിൽ എന്തെങ്കിലും ദുർബലതയുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് സ്വഹീഹ് എന്ന പേരിൽ വരുമായിരുന്നില്ല. പൂർവ്വ പണ്ഡിതന്മാർ പറഞ്ഞതായി അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. നസായി അദ്ദേഹം ബുഖാരി എന്ന ഹദീസിൽ ഒറ്റ തെറ്റ് പോലുമില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് ബുഖാരി സ്വീകാര്യയോഗ്യമായത് അല്ല എന്ന് പറയുന്നുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ അദ്ദേഹം മാത്രം ഉദ്ധരിച്ച് സ്വീകാര്യമല്ല, പക്ഷേ അദ്ദേഹവും വേറെ ചിലരും ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകാര്യമാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുഴപ്പമായി പല മുഹദ്ദിസുകളും പറഞ്ഞത്, പലരും പറഞ്ഞ റിപ്പോർട്ടുകളെ ഒറ്റ റിപ്പോർട്ടായി ചേർത്ത് കെട്ടി പറയുന്ന രീതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒട്ടും സ്വീകാര്യനല്ല എന്നൊക്കെയുള്ള പ്രത്യേകിച്ച് ഹദീസ് രംഗത്തുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കാണാൻ പറ്റും. അതേസമയം അതിൽ യഹ്യ ബിൻ സഈദ് എന്ന് പറയുന്ന ആൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ചുരുക്കത്തിൽ ഇവർ പറയുന്നത് ഈ ഹദീസിന് ദുർബലതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഹദീസിനെ സ്വഹീഹാണ് എന്ന് അംഗീകരിക്കാൻ പാടുണ്ടോ? ഹദീസ് ഗ്രന്ഥങ്ങൾ ഇനിയും ഇവർക്കാണെങ്കിലും ഒന്നുകൂടി ഭേദഗതി വരുത്താമല്ലോ. ഇത്തരം ദുർബലതയുള്ള ഹദീസുകൾ ഇവരതിൽ നിന്നും എടുത്തു മാറ്റാൻ ബാധ്യസ്ഥരല്ലേ? ഇത് ഒരു ന്യായീകരണം മാത്രമാണ്. മറ്റൊരു ന്യായീകരണം കേട്ടോ. സഹോദരൻ ഷഫീഖ് തൃശൂർ, റിയാദ്. ചോദ്യം ഇതാണ്: വ്യഭിചാരികളെ എരിഞ്ഞു കൊല്ലണമെന്ന് കൽപ്പിക്കുന്ന ഖുർആൻ വചനം തന്റെ കയ്യിലുണ്ടായിരുന്നുവെന്നും അത് ആട് തിന്ന് നശിച്ചു പോവുകയാണ് ഉണ്ടായതെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി പരാമർശിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. മുഹമ്മദ് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഖുർആനിൽ നിന്ന് പലതും ആടും ഒട്ടകവും തിന്ന് നശിച്ചു പോയിട്ടുണ്ടെന്നല്ലേ ഈ ഹദീസ് വ്യക്തമാക്കുന്നത്? അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നല്ലേ ഇത് മനസ്സിലാക്കി തരുന്നത്? പരിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ എടുത്തു മാറ്റപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന് ഖുർആനിന്റെ അവകാശവാദമാണ്. അതിന് സാധ്യമല്ല എന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ല, അപ്പോൾ ഖുർആനിൽ നിന്നും ഇത്തരം വാചകങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഹദീസ് പറയുന്നതോ? തൗബ എന്ന 9-ാമത്തെ അധ്യായത്തിന്റെ പകുതി ഭാഗമില്ല. ഇന്നും ബിസ്മില്ലാത്ത സൂറത്ത് എന്നറിയപ്പെടുന്ന അധ്യായമാണ് സൂറത്ത് തൗബ. ആ തൗബയിലെ ആദ്യം മുതലുള്ള ഇത്തരം വാചകങ്ങൾ ഇന്നില്ല. ഇതെവിടെ പോയി? 15-ാമത്തെ അധ്യായം
സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനത്തിൽ പടച്ചവൻ വളരെ കൃത്യമായി പറയാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നാം ആകുന്ന ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അള്ളാഹു അവതരിപ്പിച്ച ഈ ഉത്ബോധനം അല്ല, ഇത് ഖുർആനെ കുറിച്ചാ പറയുന്നത്. അപ്പൊ മുമ്പുള്ള തൗറാത്തും ഇഞ്ചിയിലും സബൂറും ഒന്നും അള്ളാഹു അവതരിപ്പിച്ചതല്ലേ? അതൊന്നും സംരക്ഷിക്കപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അള്ളാഹു അവതരിപ്പിച്ചതായതുകൊണ്ട് ഇതിനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് പറയുന്നു. ഈസാ നബിക്ക് ഇഞ്ചീല് കൊടുക്കുകയും മൂസാ നബിക്ക് തൗറാത്ത് കൊടുക്കുകയും ദാവൂദ് നബിക്ക് സബൂർ കൊടുക്കുകയും ചെയ്തിട്ട് എന്തേ അള്ളാഹുവിനെ സംരക്ഷിക്കാൻ പറ്റാത്തത്? ലിയഷ്തറൂബിഹി സമനൻ ഖലീല. ചെറിയ മൂല്യത്തിന് മനുഷ്യൻ അതിൽ കൈകടത്തലുകൾ സംഭവിപ്പിച്ചെന്നും അത് വിറ്റെന്നുമാണ് പറയുന്നത്. ഖുർആനാകുന്ന ഉത്ബോധനം അത് അവതരിപ്പിക്കപ്പെട്ട അതേ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച ചില വചനങ്ങൾ, ഞാൻ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ചില വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ആ വചനങ്ങൾ ഖുർആനിൽ എഴുതി ചേർക്കേണ്ടതില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിരുന്നു. അത് അള്ളാഹു അല്ല, ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് വേണ്ടിയിട്ട് അള്ളാഹു അവതരിപ്പിച്ച വചനം, ഗ്രന്ഥം, അള്ളാഹു നൽകിയ ദൈവിക വെളിപ്പാട് നബി എങ്ങനെ പറയും അത് ഖുർആനിനകത്ത് എഴുതി ചേർക്കണ്ട? ഇതെങ്ങനെ ശരിയാകും? ഇതെങ്ങനെ ശരിയാകും? അള്ളാഹു നബിക്ക് ഇറക്കി കൊടുക്കുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ലിയുസക്കീഹിം. നീ ഇതവർക്ക് പാരായണം ചെയ്തു കൊടുത്ത് അവരെ നീ സംസ്കരിക്കുന്നതിനു വേണ്ടി. ലിയുൻദിറ മൻ കാന ഹയ്യൻ വയഹ്കൽ ഖൗലു അലൽ കാഫിരീൻ. നീ ഈ ഗ്രന്ഥം വെച്ചിട്ട് ജനങ്ങളെ മുന്നറിയിപ്പ് നൽകണം. വരാൻ പോകുന്ന ഒരു ശിക്ഷയെ സംബന്ധിച്ച് കാഫിറുകൾക്ക് മുന്നറിയിപ്പ് നൽകണം, അവരെ ബോധവാന്മാരാക്കണം. ഇതാ പറയുന്നത്. ബോധന പ്രകാരം അതിൽപ്പെട്ട ഒരു വചനമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട വചനം. അഥവാ വ്യഭിചാരികളെ അത് വിവാഹിതരാണെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നിയമം ഉള്ള വചനം. ആ വചനത്തെ കുറിച്ചും നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ബുഖാരിയിലുള്ള ഈ ഹദീസിനെ സംബന്ധിച്ച് ഇദ്ദേഹം പറയേണ്ടതല്ലേ? ഒന്നുകിൽ ഖുർആൻ വിശ്വസിക്കണം, ഹദീസിനെ തള്ളണം. അതല്ലെങ്കിൽ ഹദീസ് വിശ്വസിക്കണം, ഖുർആനെ തള്ളണം. ഈ ഖുർആൻ പറഞ്ഞത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു ആണ് ഈ ഗ്രന്ഥം ഇറക്കിയത്, അള്ളാഹു തന്നെ ഇതിനെ സംരക്ഷിക്കുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രന്ഥത്തിൽ നിന്നും വചനങ്ങൾ വിട്ടുപോയിട്ടുണ്ടെന്നും പറയുന്നു. ഇതെങ്ങനെ ശരിയാകും? ഇവിടെ ആട് തിന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചോദ്യം. ഈ ഹദീസ്, ഇങ്ങനൊരു ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, അതേപോലെ തന്നെ ഇബ്നു മാജയുടെ ഹദീസ് ഗ്രന്ഥത്തിലെല്ലാം തന്നെ ഇങ്ങനെ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ ഈ ഹദീസ് പല കാരണങ്ങളാൽ പണ്ഡിതന്മാർ ദുർബലമാണ് എന്ന് അല്ല, ശരി, പണ്ഡിതന്മാർ ദുർബലമാണ് എന്നു പറഞ്ഞ ഹദീസ് അസ്സിഹാഹു സിത്ത, ഏറ്റവും പ്രബലമാക്കപ്പെട്ട വിശ്വസിക്കപ്പെടേണ്ടുന്ന 6 ഗ്രന്ഥങ്ങളിൽ എങ്ങനെ വന്നു? ബുഖാരി എന്ന് പറഞ്ഞാൽ ഖുർആനോളം തന്നെ പവിത്രമാണെന്നല്ലേ നിങ്ങൾ വിശ്വസിക്കുന്നത്? ബുഖാരിയിൽ നിന്നൊരു ഹദീസെങ്കിലും തള്ളിക്കളഞ്ഞാൽ അവൻ വിശ്വാസിയല്ല. ഇതാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ വരും സ്വഹീഹായ? ഒന്നാമതായി ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയുക, ഈ ഹദീസിൽ പറയുന്ന ദുർബലപ്പെടുത്തപ്പെട്ടു എന്ന് പറയുന്ന ആയത്തുമായി ബന്ധപ്പെട്ട കാര്യം തീർച്ചയായും വേറെ ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അഥവാ ഇങ്ങനെ ഈ ആയത്തുണ്ടായിരുന്നു എന്നും ഇങ്ങനെ ഒരു വചനം ഉണ്ടായിരുന്നു എന്നും ആ വചനം പിൽക്കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്തപ്പെടുകയാണ് ഉണ്ടായത് എന്നുമെല്ലാമുള്ള വചനം ആയിഷയിൽ നിന്ന് തന്നെ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ നിവേദനം ചെയ്യപ്പെട്ട ഒരുപാട് സ്വഹീഹായ നിവേദനങ്ങളുണ്ട്. അവിടെയൊന്നും തന്നെ ഈ ആട് കടിച്ചു കൊണ്ടുപോയ കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അല്ല, ഈ ഹദീസുകൾ നഷ്ടപ്പെട്ടു എന്ന് ആയിഷ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹു സംരക്ഷിക്കും എന്ന് പറഞ്ഞത് നുണയായില്ലേ, തള്ളലായില്ലേ? എന്തേ ആ വചനം നഷ്ടപ്പെട്ടു പോകാതെ ഇന്നും ഖുർആനിൽ ഉണ്ടാകേണ്ടതല്ലേ? അപ്പോഴും അള്ളാഹു പറഞ്ഞത് തള്ളല്ലേ? സ്വഹീഹായ നിരവധി നിവേദനങ്ങളോട് വൈരുദ്ധ്യം പുലർത്തുന്ന വചനമാണിത് എന്നതുകൊണ്ട് ഇത് ദുർബലമാണ്. ഒന്നാമതായി
രണ്ടാമതായി ഈ ഹദീസിന്റെ നിവേദക പരമ്പരയിൽ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് മറ്റു സഹാബിമാർ നിവേദനം, അതായത് ഇവർക്ക് അനുകൂലമല്ലാത്ത വസ്തുതകളാണ് ഇങ്ങനെ ഹദീസുകളിൽ ഉള്ളതെങ്കിൽ ഇവർ കണ്ണടച്ചതിനെ തള്ളിക്കളയും. ഇപ്പൊ ഖുർആൻ പറഞ്ഞതിന് നേരെ വിപരീതമായ ഒരു വചനം ഹദീസിൽ കണ്ടു. ഇവര് ഹദീസ് ഗ്രന്ഥത്തെ തള്ളുന്നില്ല. ഈ ഹദീസ് ഇസ്ലാമിക ഗ്രന്ഥമാണ്, ഖുർആനിന്റെ വിശദീകരണമാണ്. ഖുർആൻ ഈ ഗ്രന്ഥം വെച്ചിട്ടാണ് നമ്മൾ കുറച്ചുകൂടി അടിത്തറ പാകേണ്ടത്. കാരണം ഖുർആനിൽ ഓരോന്ന് പറഞ്ഞു പോയി. ഇപ്പൊ ഖുർആനില് ഒരു വചനമുണ്ട്, ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാണ് പറയുക. ആരോട് പറയാൻ പറഞ്ഞു? ഇതറിയണമെങ്കിൽ ഹദീസിലേക്ക് പോകണം. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തള്ളിയാൽ അവൻ യഥാർത്ഥ വിശ്വാസിയല്ല എന്നാണ് ഇസ്ലാമിക വിശ്വാസം. ബുഖാരിയിലോ ഈ 6 ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഏതെങ്കിലും ഒരു ഹദീസ് പോലും തള്ളാൻ പാടില്ല. അപ്പോ ആ ഹദീസിലാണുള്ളത് ആട് തിന്നുപോയി ഈ ഖുർആൻ വചനങ്ങൾ. എന്നിട്ട് ഖുർആൻ പറയുന്നു അള്ളാഹു ആണ് ഖുർആൻ ഇറക്കിയത്, അള്ളാഹു ഈ ഖുർആനിനെ സംരക്ഷിക്കും, പക്ഷെ ആട് തിന്നുപോയി എന്നതും ശരിയാണ്. ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ഹദീസ് നിങ്ങൾ തള്ളിക്കളയണം, അതല്ലെങ്കിൽ നിങ്ങൾ ഖുർആൻ ശരിയല്ല എന്ന് പറയണം. കക്ഷത്തിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും ചെയ്യണം എന്നുള്ള രീതി അംഗീകരിക്കാൻ പറ്റുന്നില്ല. നമുക്കിനി വീണ്ടും കാണാം. നന്ദി. ധന്യ, ഉറക്കം വരുന്നോ? ഗുഡ് നൈറ്റ്, ഉറങ്ങിക്കോ. ആടനില പിന്നെ സൂപ്പർ അല്ലേ? ആടിനോട് ചില സമയമൊക്കെ ദേഷ്യം വരും. ഈ ഖുർആനിൽ എത്ര വചനങ്ങൾ ഉണ്ടായിരുന്നു തിന്നുപോയിട്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ. ഈ വചനം തന്നെ തിന്നേണ്ട കാര്യം ഉണ്ടായിരുന്നോ? കീരിക്കാടൻ ജോസെ, അത് നല്ല മുതല, വീട്ടിൽ കൊണ്ടുപോയിക്കോ, ഗുണം ഉണ്ടാവും. വീടിന്റെ മുമ്പിൽ കെട്ടി നിർത്തിക്കോ. നമുക്കിനി വീണ്ടും കാണാം. റെനി, നിർത്തല്ലേ? ഗുഡ് നൈറ്റ്. PKD, സത്യം പറയുമ്പോൾ ശത്രുക്കൾ കൂടും, കുഴപ്പമില്ല. നല്ലത്. ധന്യ. ഗീത, എല്ലാവരും വിചാരിച്ചത് എന്തോ വലിയ ചക്കരയാണെന്ന്. ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഗുഡ് നൈറ്റ്. അഡ്മിന്മാരാരും അവസാനിപ്പിക്കാൻ പറയുന്നില്ല. അവരുടെ അനുമതിയോടുകൂടിയല്ലേ നമുക്കിത് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ, റെനി വന്നു. ശരി.